ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് വെറും 27 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എല്ലാവരും ആ ഒരു അവസാന ലാപ്പ് ഓഫ് സ്റ്റഡീസിലായിരിക്കും, ലാസ്റ്റ് ലാപ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം, നന്നായിട്ട് വർക്ക് ചെയ്തോ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ. സോ നന്നായിട്ട് ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. പലർക്കും ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ സമയം ഇനഫായിട്ട് തോന്നുന്നുണ്ടാവില്ല അല്ലേ. ഒരു ദിവസം കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു പോകുന്നുണ്ടാവില്ലേ. കാരണം നമുക്കറിയാം അത്ര നമുക്ക് പഠിക്കാനുണ്ട്, അത്രയ്ക്കും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിലെ 24 മണിക്കൂർ ആക്ച്വലി ആസ് എ നീറ്റ് ആസ്പിറൻറ്റ് നമുക്ക് മതിയാവില്ല. നമുക്ക് അത്രമാത്രം ചാപ്റ്റേഴ്സ് ഇനിയും റിവൈസ് ചെയ്യാനൊക്കെ ബാക്കി കിടക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കും നീറ്റിന് എയർ 1 വാങ്ങുന്ന ടോപ്പറിനും സെയിം നമ്പർ ഓഫ് ആണ് ഒരു ദിവസം ഉള്ളത്. എല്ലാവർക്കും 24 മണിക്കൂറാണ്. അപ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും ഫൈനലി കിട്ടാൻ പോകുന്ന നീറ്റിൻ്റെ മാർക്കും റാങ്കും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാം? ആക്ച്വലി പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടെ ഒരു ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി രാവിലെ എണീച്ചിട്ട് എന്നും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ നീറ്റ് പ്രിപ്പറേഷനിലെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. കാരണം അതെന്നെ ടൈം മാനേജ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു ലാസ്റ്റ് 2 months ആകുമ്പോഴേക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു സ്ട്രാറ്റജി പോലെ, ഒരു പ്ലാൻ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പം ആദ്യത്തെ ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓരോ ദിവസം പഠിക്കുന്നത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി രാവിലെ എണീച്ച് നോക്കുമ്പം ഓക്കെ, ഞാൻ ഇന്ന് ഇത്രയും ചാപ്റ്റേഴ്സിന് പഠിച്ചു തീർക്കാനുണ്ടെന്ന് ആദ്യമേ ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. അല്ലാണ്ട് ഒരു ദിവസം ഒരാൾ പെട്ടെന്ന് എണീച്ചിട്ട് ഞാൻ ഇന്ന് ഇത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കാമെന്ന് അങ്ങനെ ആയിരിക്കില്ല. ലാസ്റ്റിലൊക്കെ നമ്മൾ ആദ്യം ഒരു മൊത്തത്തിലൊരു 1 monthൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഒരു പ്ലാനാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചാപ്റ്റേഴ്സാണോ പഠിക്കാനിരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കാമെന്ന് കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ ഇന്നത് പഠിക്കും, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും, അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഫോർ ദ ഡേ ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിൽ പറയാനുള്ള കാര്യം, ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പല വീഡിയോസിലും കുറേ കുട്ടികൾ എനിക്ക് റിപ്ലൈ ആയിട്ട് കമൻ്റായിട്ട് അയച്ചിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ ദിവസം രാത്രി ആകുമ്പോഴേക്ക് അന്നത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ എന്തൊക്കെ ചാപ്റ്റേഴ്സാണോ എഴുതി വെച്ചത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ചേച്ചി, അപ്പോൾ എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറേ പിള്ളേർ കമൻ്റ് ഇട്ടായിരുന്നു. അപ്പം എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാൻസ്, അതായത് ഒരു ദിവസം ഞാൻ ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു പ്ലാൻ ദാറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. നിങ്ങളെ കൊണ്ട് അത്രത്തോളം ചാപ്റ്റേഴ്സ് ഒരു ദിവസം പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം ഒബ്വിയസ്ലി അത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടുകയുള്ളൂ. അതായത് ഒരു ദിവസം ഒരാൾക്ക് ഒരു 7 ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ അതായത് ബയോളജിയിൽ ഇത്ര ചാപ്റ്റേഴ്സ്, ഫിസിക്സിൽ ഇത്ര ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ ഇത്ര ചാപ്റ്റേഴ്സ്, അങ്ങനെ എല്ലാം കൂടി ഒരു 7 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം വായിച്ച് തീർക്കുക അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ, അത് വെറുതെ നമ്മൾ വേഗം പഠിച്ചു തീർക്കണമെന്ന് കരുതി ഒരു 10-11 ചാപ്റ്റേഴ്സ് കിട്ടാൽ ആ ദിവസം നമുക്ക് 3-4 ചാപ്റ്റേഴ്സ് പെൻഡിങ് ആവും. ഈവൻ 7 ചാപ്റ്റർ ഒരു ദിവസം ഒരാൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളത് 8 ചാപ്റ്റേഴ്സ് ഇട്ടാൽ തന്നെ ഒരു ചാപ്റ്റർ പെൻഡിങ് ആണ്. അപ്പോൾ ആ പെൻഡിങ് ചാപ്റ്റർ നമ്മുടെ തലയിൽ ഇരുന്നിട്ട് ഭയങ്കര സ്ട്രെസ്സാവും. അയ്യോ, പിറ്റേന്നത്തേക്ക് നമ്മൾ വേറെയും 8 ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ തലേന്നുണ്ടായി 1 പെൻഡിങ് ചാപ്റ്റർ എപ്പോൾ പഠിച്ചു തീർക്കാനാ? അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിക്കുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾസ് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങളെ കൊണ്ട് ഡെയിലി പഠിച്ചു തീർക്കാൻ പറ്റുന്നിടത്തോളം ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ആ ഒരു നിങ്ങളുടെ എബിലിറ്റി കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന എണ്ണത്തിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ആയിരിക്കരുത് ഒരിക്കലും ടൈം ടേബിൾ എഴുതേണ്ടത്. അതോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടിയതോ ആയിട്ടുള്ള ലെവലിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആക്ച്വലി ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ വേണ്ടത് സ്മാർട്ടർ രീതിയിലുള്ളൊരു വർക്കാണ്. ലിറ്ററലി നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. കാരണം എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഭയങ്കര ഉറക്കം പോലും ഇല്ലാണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് സങ്കടം തോന്നാറുണ്ട് ശരിക്കും. പക്ഷേ അങ്ങനെ പലർക്കും നീറ്റ് ലാസ്റ്റ് കിട്ടാണ്ടായി പോയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ടർ രീതിക്കുള്ളൊരു സ്റ്റഡി പ്ലാൻസും സ്ട്രാറ്റജീസൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോമഡോറോ ടെക്നിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഒറ്റ സ്ട്രെസ്സിലൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുന്നതിന് പകരം അതിൻ്റെ ഇടയ്ക്ക്
നിങ്ങളെപ്പോഴാണോ തളരുന്നത് അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് നമ്മുടെ ബ്രെയിൻ ആക്ച്വലി അത് നീഡഡാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഇച്ചിരി നേരം റെസ്റ്റ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുകയോ എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സീനറി, ഈ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ജനലൊക്കെ ഒന്ന് തുറന്നൊന്ന് നല്ല വായുവൊക്കെ ശ്വസിക്കുക. വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക ആരുടെ അടുത്തെങ്കിലും. അങ്ങനെ ബ്രെയിനൊരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കുക. എഗെയിൻ സ്റ്റഡീസിലോട്ട് വരിക. ആ ഒരു രീതി നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കരുതുന്നു. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൗ ടു റൈറ്റ് എൻ എക്സാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആക്ച്വലി എക്സാം 2 റൗണ്ടായിട്ട് എഴുതാൻ നോക്കുക. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഒരു റൗണ്ടായിട്ട് എഴുതുമ്പോൾ തന്നെ തീരണില്ലല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് ലാസ്റ്റിൽ പെൻഡിങ് വരികയാണല്ലോ. അപ്പോൾ ഇങ്ങനെ 2 റൗണ്ടിലൊക്കെ എഴുതാം. അപ്പോൾ 2 റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ലെസ് ദാൻ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്തു പോവുക. മേ ബി ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി ഉണ്ടാവും, നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ റൗണ്ടിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് അത് അടുത്ത റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിൽ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അത് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഒറ്റ റൗണ്ടിൽ തന്നെ എല്ലാം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ഫിസിക്സിലൊരു ക്വസ്റ്റ്യൻ 5-10 മിനിറ്റ് എടുത്ത് ചെയ്ത് തീർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ മേ ബി നമ്മൾ ആദ്യം തന്നെ അതിൽ നിന്ന് ചെയ്യാൻ നോക്കിയാൽ 10 മിനിറ്റിലൊക്കെ നമുക്ക് ബയോളജിയുടെ 20 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടുന്ന മാർക്കിന് പകരം നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് കിട്ടുന്ന മാർക്കാണ് കിട്ടുക. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. 4ഉം 80ഉം ആണ്. ഭയങ്കര വലിയ ഡിഫറൻസ് ആണ് നിങ്ങളുടെ റാങ്കിലൊക്കെ വരുത്തുക. അപ്പോൾ ആ ഒരു 2 രീതിക്ക് എക്സാം എഴുതാൻ നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരു ദിവസം ടൈം മാനേജ് ചെയ്യാൻ ടൈം ഇല്ലാത്ത അവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഇപ്പോൾ ഡെയിലി ഞാൻ 6 മണിക്കൂർ ഉറങ്ങാനുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഒരു 4 മണിക്കൂർ ഉറങ്ങാം അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങാം. ഇങ്ങനെ ഡെയിലി നിങ്ങളുടെ ഉറങ്ങുന്ന സമയം നിങ്ങൾ കുറച്ച് വരികയാണെങ്കിൽ നിങ്ങൾ വലിയ മണ്ടത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്, ഒരിക്കലും 6 മണിക്കൂർ കുറവായിട്ട് നിങ്ങളുടെ ഉറക്കത്തെ ചുരുക്കരുത്. കാരണം അത്രമാത്രം നിങ്ങളും നിങ്ങളുടെ ബ്രെയിനൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് നീറ്റ് NCERT എക്സാംസ്, സ്ട്രെസ്സ്, ടെൻഷൻ, ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നിങ്ങളുടെ ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ആകെ കിട്ടുന്ന ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയമാണ്, സ്ലീപ്പിംഗ് ടൈമാണ്. അതും കൂടെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങും. മേ ബി ആദ്യത്തെ 2 ദിവസത്തിലൊക്കെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും, കാരണം എക്സ്ട്രാ കുറേ പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ എഫിഷ്യൻസി കുറഞ്ഞ് വരും. നിങ്ങൾക്ക് ഒരു 5 മണിക്കൂറിൽ പഠിച്ചു തീർക്കേണ്ട കാര്യം മേ ബി നിങ്ങളൊരു 8-10 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ട രീതിയിലേക്ക് ആ ഒരു എഫിഷ്യൻസി കുറഞ്ഞു വരും. അപ്പോൾ അതിൽ എത്രയോ നല്ലത് 6 മണിക്കൂർ മിനിമം ഉറങ്ങിയിട്ട്, മിനിമം ആണ് പറയുന്നത്, മാക്സിമം നിങ്ങൾക്കൊരു 7-8 മണിക്കൂർ വരെ ഉറങ്ങാം. ഞാൻ ലാസ്റ്റ് 1 മന്തൊക്കെ ത്രൂ ഔട്ട് 1 മന്ത് ഒരു 7 hours പെർ ഡേ ഉറങ്ങിയിരുന്നു. അപ്പം അങ്ങനെ ഉറങ്ങുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സ്ട്രെസ് ഒന്നും അടിക്കണ്ട, എന്തായാലും കിട്ടും. നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്ട് ദൈവം കാണാതെ പോവില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കാം.